നമസ്കാരം. നിയമസഭയ്ക്ക് മുന്നിലൂടെ പോകുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. സങ്കടകരമായിരുന്നു. പ്രതിപക്ഷം നല്ല ഉഷാറിലൊക്കെ സഭയെല്ലാം ബഹിഷ്കരിച്ച് ആകെ സ്തംഭിപ്പിച്ച് പുറത്തേക്ക് വരുന്ന ഹീറോ ആയി പ്രതിപക്ഷ നേതാവ് വിലസുന്ന കാഴ്ചകൾ കണ്ട് ശീലിച്ച നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. എന്തൊരു സങ്കടമാണ്, നിങ്ങൾ കണ്ടു നോക്ക്. സാധാരണ കാണുന്ന ഒരു കാഴ്ചയല്ല. സാധാരണ നല്ല ഉഷാറിലാണ് വരാറുള്ളത്. ഇതിപ്പോ എന്താ ഇങ്ങനെ? എന്താ സഭയിൽ സംഭവിച്ചത്? സഭയിൽ ഇന്ന് കണ്ടത് എന്താ ടീച്ചറെ കണ്ടത്? അവിടെ നിന്ന് പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് അവര് വിളിച്ചിരുന്നു. അപ്പൊ ഇപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് കോൺഗ്രസ് ആണ് അയ്യപ്പാന്ന് വിളിക്കും. അപ്പൊ ഇപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് കോൺഗ്രസ് ആണ് അയ്യപ്പാന്ന് വിളിക്കും. എന്ത് പരിപാടിയാണ് ഈ നാട്ടില്? പ്രതിപക്ഷത്തിന് ഒരു മുദ്രാവാക്യം പോലും വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അതും അവരുടെ നിയമസഭയിൽ. പ്രതിപക്ഷമല്ലേ മുദ്രാവാക്യം വിളിക്കണ്ട്, അവരല്ലേ സഭയെ അലമ്പാക്കണ്ട്. ആ മുദ്രാവാക്യം അവർ വിളിച്ച് ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് ഇവര് കൗണ്ടർ അടിക്കാന്ന്. എന്ത് പരിപാടിയാണ്? അതുകൂടാതെ ആ ശിവൻകുട്ടിയൊക്കെ കയറി മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു. ഉത്തരേ സ്വർണം കട്ടതിരായ ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ. എന്തെന്നാണിപ്പോ ഇവര് കളിക്കുന്നത്? ആ സതീശേട്ടൻ ഒരുവിധം കഷ്ടപ്പെട്ടിട്ട് കനകൂലിന്റെ വഴിക്ക് അവരുടെ മുന്നണിനെ തെളിച്ച് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഇമാതിരി പരിപാടി. ഇതെന്താ കഥ? ഇനി ഞാൻ ഈ സഭയിൽ കുറെ കാലമായി ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയായി പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഭംഗിയായി ഭരണപക്ഷത്ത് നിന്ന് മറുപടി മുദ്രാവാക്യത്തിലൂടെ പറയുന്നത് കണ്ടിട്ടുള്ളത്. എന്താ ടീച്ചറെ ശരിക്കും കോൺഗ്രസിന്റെ ആവശ്യം? പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് ചോദിക്കുകയാണോ? ആരാണ് ശരിക്കും പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്? LDF ആണോ? പിന്നെ അല്ലല്ലോ. അല്ലേ? സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയ ആളും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന പടം വന്നിട്ടും ചിത്രം വന്നിട്ടും നമ്പർ 10 ജൻപത്തിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടത്ത് ഒരു അപ്പോയിൻമെന്റ് കിട്ടണമെങ്കിൽ എത്രയോ മാസങ്ങളോ വർഷമോ കാത്തു നിൽക്കേണ്ടുന്ന ഒരിടത്ത് പോറ്റിയും സ്വർണം വാങ്ങിയ ആളും ഒരുമിച്ച് അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടി എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന് UDF നന്നായിട്ട് അറിയാം. ഇനിയിപ്പോ അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും പ്രതിപക്ഷം നിയമസഭ ആകപ്പാടെ സ്തംഭിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അവർക്ക് അടിയന്തര പ്രമേയം വേണ്ട, ചർച്ച വേണ്ട, ഒന്നും വേണ്ട. അവർ നിയമസഭ സ്തംഭിപ്പിക്കാൻ തീരുമാനിച്ചിട്ടാണ് വന്നത്. മന്ത്രിയുടെ രാജി, അതുകൊണ്ട് നിയമസഭ നടക്കാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമല്ല, പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷമാണ്. എന്നാലും സഭയിൽ വെച്ച് ആ പ്രതിപക്ഷത്തോട് പറഞ്ഞൊന്നും അത്ര ശരിയല്ല ടീച്ചർ. എന്താണെന്ന് മന്ത്രി MP രാജേഷും ശിവൻകുട്ടി പറഞ്ഞത്? എന്താ പറഞ്ഞത്? രാജേഷ് എന്താ പറഞ്ഞത്? കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ മഹാന്മാരാണ് സർവഹിക്കുന്നത്. കോൺക്രീറ്റ് കൊടിമരത്തിന് ചിതലരിച്ചെന്നും പറഞ്ഞ് ആ സ്വർണ്ണ പൂശിയ കൊടിമരം കട്ട അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പിറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം ആളുകളൊന്ന് അറിയട്ടെ. അതെങ്ങനെ അറിയും? അവരുണ്ടാക്കിയ പാരഡിയിൽ അങ്ങനെയല്ലല്ലോ. നിങ്ങളിപ്പോ ഒരു പാരഡി പാട്ട് പാടി നടക്കുന്നുണ്ടല്ലോ. അവസാനം നിങ്ങളെല്ലാം ഇപ്പൊ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രതികൾ അവരകപ്പെടുന്ന ഒരു ദിവസം വരും. അന്നേക്ക് പാടാൻ ഞങ്ങളൊരു പാട്ട് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ പ്രതിപക്ഷ നേതാവിന് അതല്ലേ പണി? ഇന്ന് അവിടെ ഉറക്കം സംസാരിക്കണ്ടായല്ലോ മന്ത്രി ശിവൻകുട്ടി. ശരി, ഈ ശിവൻകുട്ടി മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് കൂടാണ്ട് സംസാരിക്കുകയും ചെയ്തോ പ്രതിപക്ഷത്തിനെതിരെ? എന്താ സംസാരിച്ചത്? സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞു. ആണോ? എന്താ പറഞ്ഞത്? സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ. സാർ, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. ഇതൊക്കെ കൂടി അവര് അറിയുന്നുണ്ടല്ലേ സതീശേട്ടൻ സഭ തന്നെ സ്തംഭിപ്പിക്കാൻ തീരുമാനിച്ചത്. അടിയന്തര പ്രമേയ ആവശ്യം പോലും ഉന്നയിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ്. ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് വെള്ളിലേക്ക് ഇറക്കിയിട്ടുള്ളത്, പ്ലക്കാർഡുമായിട്ട് നാടകത്തിന് ഇറക്കിയിട്ടുള്ളത്. ഇത് ഈ നാട് മുഴുവൻ കാണും. ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ റൂൾ 50 പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത്? ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്, ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് ഈ സഭയിൽ നിന്ന് എന്നുള്ളതാണ് അനുഭവം. അല്ല പിന്നെ ചർച്ച ചെയ്തിട്ടേ അവരെ കൂടി കൊടുക്കാനല്ലേ, അവരുടെ കാര്യം കൂടി വിളിച്ചു പറയാനല്ലേ? നടക്കൂല സാറേ, നടക്കൂല. അല്ല, ഇത് ചർച്ച ചെയ്ത് ഡയലൂട്ട് ചെയ്യാം എന്നൊരാഗ്രഹം അവർക്ക് കാണും. ഭീരുത്വത്തിന്റെ ലജ്ജയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
തിണ്ണമെടുക്കാണ് പ്രതിപക്ഷം സഭയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സഭ നൽകുന്ന അവകാശത്തെ വിനിയോഗിക്കാൻ തയ്യാറാവാതെ അതിന് ധൈര്യമില്ലാത്ത ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾ വിലയിരുത്തും. ചർച്ചക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ചർച്ച ചെയ്ത് എല്ലാ അടിയന്തര പ്രമേയം ഇത് കൊടുത്ത് ഡൈലൂട്ട് ചെയ്ത് കളയാം എന്ന ആ ഒരു ആഗ്രഹം അവർക്ക് കാണും. ഉത്തരവാദികൾ ആരാന്നുള്ളത്, ജയിലിൽ കിടക്കുന്ന ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് അതും എല്ലാവർക്കും അറിയാം. സാർ, ഈ ചോദ്യം UDF കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. കട്ടതാരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം ഈ ചോദ്യം. അതാണ് ചോദിക്കേണ്ടത്. സാർ, ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ്? ഹൈക്കോടതി നിർദ്ദേശിച്ചു UDF ഭരണകാലം മുതലുള്ള സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ. അപ്പൊ കർത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും. കുഞ്ഞാപ്പ പറഞ്ഞിട്ട് പോലും കേട്ടില്ലെന്ന് നിയമസഭയിൽ ചർച്ചയില്ലാണ്ട് തന്നെ ആ രാജേഷൊക്കെ കയറി പറഞ്ഞു കളഞ്ഞു കാര്യങ്ങൾ. കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ്. അത് സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ്. കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റൂ. അത് സോണിയാഗാന്ധിയുടെ കൂടെയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ചിത്രം ഞങ്ങളും കാണിച്ചു തരാം. നിങ്ങൾ ബാനറും ചിത്രവും നിങ്ങൾക്ക് മാത്രമല്ല കിട്ടൂ. നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത്. ചർച്ച ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ, എന്നാ പിന്നെ ചർച്ച ഉണ്ടെങ്കിലോ? ഇതൊക്കെ കേട്ട് പ്രതിപക്ഷം എങ്ങനെ സഭയിലിരിക്കും? സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് അങ്ങേ അറിയിക്കുന്നു. എന്നിട്ട് സഭയൊക്കെ സ്തംഭിപ്പിച്ച് സഭ പിരിച്ചുവിടുമ്പം മെല്ലെ ചാനലിലേക്ക് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചത്. സഭയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ചാനൽ ക്യാമറയിലേക്ക് ഇറങ്ങി വരാമെന്നാണ് സതീഷ് ചേട്ടനും കൂട്ടരും വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ, അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് ഭരണപക്ഷക്കാർ ശൈല ടീച്ചറുടെ നേതൃത്വത്തിൽ ഇറങ്ങി വന്നു. എന്നിട്ട് ചാനലുകാരോട് സകലതും വിളിച്ചു പറയുകയും ചെയ്തു. നിയമസഭയിൽ ചർച്ചയൊക്കെ വരട്ടെ. ചർച്ച ആവശ്യമില്ല. വീട്ടിലിരുന്നാലല്ലേ പ്രശ്നം ചർച്ച ചെയ്യാൻ പറ്റൂ. ചർച്ച എന്നല്ല ആവശ്യം. എന്താണ് അതിനകത്ത് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പ്രതിപക്ഷ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഇത് മുഴുവൻ ചർച്ചതാണ്. അത് ചർച്ചക്ക് വന്നാൽ UDF പരാജയമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് UDF അത് ചർച്ചക്കെടുക്കാത്തത്. സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ. സഭയിലൊക്കെ ചർച്ച കഴിഞ്ഞാണ്. എല്ലാ ദിവസവും എന്തിനാ ചർച്ച? വീട്ടിലിരുന്നാലല്ലേ പ്രശ്നം ചർച്ച ചെയ്യാൻ പറ്റൂ. പിന്നെ എന്ത് ചർച്ച നടത്താനാണ് അസംബ്ലിയിൽ? എന്ത് ചർച്ച നടത്താനാ? ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 10 കൊല്ലം മുന്നേത്തെ UDF കാലത്തും കൂടി അന്വേഷിക്കണമെന്നോ എന്തോ കോടതി ഉത്തരവിട്ടുണ്ടല്ലോപ്പ. പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് ഇവർ ചോദിക്കുന്നത് 2004 കാര്യം KC വേണുഗോപാലിന്റെ കാലത്ത്, കോൺഗ്രസിന്റെ കാലത്ത് കയറ്റിയെന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. ഇപ്പതാ EDയും വന്നിട്ടുണ്ട്. BJP നേതാവിന്റെ ഭാര്യ സഹോദരൻ തന്ത്രി 13ാമത്തെ പ്രധാനപ്പെട്ട പ്രതിനെ രക്ഷിക്കാനാണ് അത്ര ED വന്നതെന്നാണ് പറയുന്നത്. മൂപ്പരെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളിടത്തൊക്കെ റെയ്ഡും നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ നിയമസഭയിൽ ഈ കാലത്തെ UDF കാലത്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് ചർച്ച ചെയ്യണ്ടേപ്പാ. അല്ല, ഇതിനു മുമ്പ് ചർച്ച നടന്നിട്ടുണ്ടല്ലോ. ശബരിമല ചർച്ച ചെയ്താണ് നിയമസഭയിൽ. അത് നുണയാണ് സതീഷ് ചേട്ടാ. ഇതുവരെ ശബരിമല കൊള്ള ചർച്ച ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് നോട്ടീസ് കൊടുക്കായിരുന്നില്ലേ? ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുക്കായിരുന്നു. ഏത് ചോദ്യം വന്നാലും അതിന് ഞങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരുമാണ്. അത് ഞങ്ങൾ പറയുകയും ചെയ്യും. ഞങ്ങളെ ഈ ഭരണകക്ഷി CPM-കാരി നിയമസഭ തല്ലിപ്പൊളിച്ചവര് ജനാധിപത്യം, നിയമസഭയിലെ ജനാധിപത്യം ഞങ്ങളെ പഠിപ്പിക്കണ്ട. മനസ്സിലായില്ലേ? ഞങ്ങളെ പഠിപ്പിക്കണ്ട. അതും ശൈല ടീച്ചർ നടക്കൂല ടീച്ചറെ. സതീഷ് ചേട്ടനെ പഠിപ്പിക്കണ്ട. മൂപ്പർക്ക് സ്വയം പഠിക്കാൻ അറിയാം. അല്ല സതീഷ് ചേട്ടാ, സഭയിൽ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ചാനലിലെങ്കിലും കയറി ചർച്ച ചെയ്തോട്ടെ നിങ്ങൾക്ക്. അതിനൊക്കെ മറുപടി പറഞ്ഞല്ലേ? ഞങ്ങൾ മറുപടി പറഞ്ഞല്ലേ? ഞങ്ങൾക്ക് ചർച്ച ആവശ്യമില്ല. പിന്നെ എന്താ നിങ്ങളുടെ ആവശ്യം? മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. അതിന് സഭയിൽ നോട്ടീസ് കൊടുത്താൽ ഈ അടിയന്തര പ്രമേയത്തിൽ പ്രസംഗിക്കുന്ന ഓരോരുത്തർക്കും പറയാലോ മന്ത്രിന്റെ രാജി എന്ന്. ഇതിനേക്കാളും നല്ലത് അതല്ലേ? അത്രയും തവണ നാട്ടുകാരത് കേൾക്കൂലേ? അല്ലപ്പാ, എന്താ ശരിക്കും പ്രശ്നം? പോറ്റിയെ കയറ്റിയത് ആരപ്പ? ഇത് എല്ലാവർക്കും അറിയാവുന്നത്. നിങ്ങളെന്താ അത് പറയാത്തത്? പറഞ്ഞല്ല, അതാ എല്ലാവർക്കും അറിയാലോ. പോറ്റിയെ കയറ്റിയത് ഞങ്ങളല്ല. എല്ലാവർക്കും അറിയാലോ. ഈ സ്വർണം കട്ടതാരാ? 3 പേര് ആരാ ജയിലിൽ കിടക്കണം? N വാസുവും പത്മകുമാറും മാത്രമാണോ ജയിലിൽ? കൊള്ള നടത്തിയ 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. 3 പേര്. ഞങ്ങൾ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്താ? അന്വേഷണ ഘട്ടത്തിലാണ്. ആ അന്വേഷണം കഴിഞ്ഞ് അവർ കുറ്റക്കാരാണെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞു. ആരായാലും. പക്ഷേ N വാസുവും പത്മകുമാറിന് അപ്പുറം കുറെ പേരുകളുണ്ടല്ലോ ജയിലിൽ കിടക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്? ഇത് എല്ലാവർക്കും അറിയാവുന്നത്. എല്ലാവർക്കും അറിയാം. അറിയാത്തവര് പറഞ്ഞു തുടങ്ങിയിട്ടാ. ഇനിയും ഇതിൽ ഉത്തരവാദികളായ ആളുകൾ ക്യൂ നിൽക്കുന്നു എന്ന് പറയുന്നത് പോറ്റിക്കൊപ്പം ചിത്രമുള്ള കടകംപള്ളിന്റെ കാര്യമാണ്. നേതാക്കൾ എന്ന് പറയുമ്പോൾ കടകംപള്ളിയുടെ കൂടെയുള്ള ചിത്രമായിരിക്കും ഉദ്ദേശിച്ചത്. സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റി നിൽക്കുക മാത്രമല്ല
സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്താ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു. നിങ്ങൾ എന്താ ചോദിക്കാത്തത്? ആർക്ക് വേണമെങ്കിലും പോവാലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആർക്ക് വേണമെങ്കിലും പോവാലോ. മറ്റേ സ്വാഭാവികമായിരിക്കുന്ന നിലപാടാണോ നിങ്ങൾക്കുള്ളത്? അന്ന് അയാൾ ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ടിട്ടുള്ള ആളല്ലല്ലോ. ആർക്കെങ്കിലും അറിയോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ആദ്യം ചോദിച്ചത് സ്വാഭാവികമായിരിക്കും എന്ന നിലപാടാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടതല്ലോ. ഒരാൾ നാളെ കൊള്ളക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ അയാളുടെ കൂടെ പടം വരുന്ന എല്ലാവരും അതിന്റെ അകത്ത് ഇൻവോൾവ് ആണ്. പലരും പല സ്ഥലത്ത് പോയി കാണും. ഒരെണ്ണം സ്വാഭാവികമോ ഒരെണ്ണം അസ്വാഭാവികമാവുന്നത് എങ്ങനെയാണ്? ഒരാള് ഒരു കേസിൽ, ഒരു കൊള്ളക്കേസിൽ പ്രതിയായാൽ അയാളുടെ കൂടെ അയാളുടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതിയാക്കണമെന്ന് പറയാൻ ഞങ്ങൾ മണ്ടത്തിലൊന്നും പറയും. ഞാൻ തിരിച്ചാണ് ചോദിക്കുന്നത്. പിന്നെന്തിനാണ് നിങ്ങളുടെ നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ചിത്രം കണ്ടു എന്ന് പറയുന്നത്? സോണിയാഗാന്ധിയുടെ അടുത്ത് കടകംപള്ളിയുടെ അടുത്ത് പോകാൻ ഒരു തടസ്സവും ഇല്ല. ഞങ്ങളെ പഠിപ്പിക്കണ്ട. സോണിയാഗാന്ധിയുടെ അടുത്ത് പോവാൻ നല്ല തടസ്സമുണ്ട്. ഇസറ്റിന് അപ്പുറമുള്ള കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള നേതാവാണ്. അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഇയാൾക്ക് കിട്ടുമോ? പോയാൽ കിട്ടില്ല. ഞങ്ങളെ പഠിപ്പിക്കണ്ട, മനസ്സിലായില്ലേ? ഞങ്ങളെ പഠിപ്പിക്കണ്ട. പോറ്റിയെ കയറ്റിയത് ഞങ്ങളല്ല, കേട്ടില്ലേ? ആ അപ്പോയിന്റ്മെന്റ് 3 തവണ തരപ്പെടുത്തി. എന്നിട്ട് സന്ദർശിക്കുകയും സന്ദർശിക്കുക മാത്രമല്ല, സമ്മാനം കൊടുത്തു. ഞങ്ങൾ അതിനൊന്നും എതിരല്ല. നിങ്ങൾ ഒന്ന് മറച്ചു വെച്ച് ഒന്ന് ചോദിക്കുന്നത് ശരിയല്ല. പാവം സതീശേട്ടൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കനകോലു സിദ്ധാന്തം നടപ്പാക്കിയത്. ആ പിണറായി വിജയനെ വെള്ളാപ്പള്ളിയിൽ കൊണ്ട് കെട്ടിയിട്ട് ഇത്രയും നാൾ ഒന്ന് കെട്ടിപ്പൊക്കി കൊണ്ടുവന്നായിരുന്നു. അപ്പോഴാണ് ശബരിമല തന്ത്രി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വരുന്നത്. എന്ത് ചെയ്യാനാണ്? ഇമ്മാതിരി നിയമസഭയൊന്നും ഇവിടെ നാട്ടിൽ നടപ്പില്ല കേട്ടോ. ഇതൊന്നും പറ്റൂല. സതീശേട്ടൻ ഭരണത്തിൽ വരുന്നവരെ ഇമ്മാതിരി നിയമസഭ വേണ്ട. സർ, പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി തിങ്കളാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. ചൊവ്വാഴ്ച ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ വീണ്ടും പോയിട്ട് എത്ര കഷ്ടപ്പെടണം? എങ്ങനെയെങ്കിലും ആ വെള്ളാപ്പള്ളിയിൽ കൊണ്ട് പിണറായിനെ കിട്ടിയിട്ട് കേരളത്തിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കണം. സതീശേട്ടൻ എങ്ങനെയെങ്കിലും ഭരണത്തിൽ വരാനുള്ള പരിപാടി നടത്തണം. അപ്പോൾ ഈ സ്വർണ്ണ കൊള്ളാന്നെല്ലാം പറഞ്ഞ് വന്നാണ്ടല്ലോ, മൂപ്പരുടെ വിവരം അറിയിക്കും കേട്ടോ. ഇമാതിരി കഷ്ടപ്പാട്, ഇമാതിരി അധ്വാനം ഒക്കെ നടത്തുന്ന വേറെ ഏത് പ്രതിപക്ഷമുണ്ട്? ഏത് പ്രതിപക്ഷ നേതാവുണ്ട്? ശൈല ടീച്ചറൊക്കെ ഇറക്കി വിട്ടിട്ട് ഇങ്ങനെ നിരപ്പാക്കാൻ പാടുണ്ടോ? ഇങ്ങനെ തേക്കാൻ പാടുണ്ടോ ഒരാൾക്കാരെ? പ്രതിപക്ഷത്തിനെ കഷ്ടം തന്നെ.